സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ കൂടി വരുന്നത്? എങ്ങനെയാണ് IT സെക്ടർ ഇതിൽ നിന്നും ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? A new report is out by the International Labour Organization or ILO. It talks about employment in India or the lack of it. नमस्कार दोस्तों, बेरोजगारी आज के दिन देश का सबसे बड़ा मुद्दा बन चुका है। ഇന്നത്തെ യുവതലമുറ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് റിസഷൻ, ലാക്ക് ഓഫ് ടെക്നിക്കൽ സ്കിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്. ഈ എല്ലാ പ്രശ്നങ്ങൾ കാരണം നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠിച്ച ജോലി ചെയ്യാതെ കിട്ടിയ ജോലി ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വേർ ഈസ് ദ പാഷൻ ഇൻ ദാറ്റ്? ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണോ? ഇന്ന് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന 90% കുട്ടികൾക്കും ജോലി ലഭിക്കുന്നില്ല. മെയ് മാസം മുംബൈ IIT പുറത്തുവിട്ട കണക്ക് പ്രകാരം 36% IIT സ്റ്റുഡൻസിന് പോലും ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിന്റെ കാര്യവും ഒട്ടും മോശമല്ല. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് പ്രകാരം പഠിച്ചിറങ്ങുന്നതിൽ 17.4% കുട്ടികൾക്ക് മാത്രമാണ് ജോലി ലഭിക്കുന്നത്. ഏത് മേഖല എടുത്താലും മാറ്റം വരാത്ത ഒരു വിഭാഗമാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. 50 വർഷം മുന്നേയുള്ള കാർ, മൊബൈൽ, ക്ലാസ് റൂം, ഇവ മൂന്നെടുത്ത് നോക്കിയാലും മാറ്റം വരാത്ത ഒന്ന് ഇവിടുത്തെ ക്ലാസ് റൂമും ഇവിടെയുള്ള പഠന രീതികളുമാണ്. സ്പൂൺ ഫീഡിംഗ് മെത്തേഡ്സ്, ഔട്ട്ഡേറ്റഡ് സിലബസ്, തോൽവി ഭയം, സൊസൈറ്റിയിലുള്ള പ്രഷർ, ഇതിൽ നിന്നുമെല്ലാം ഒരു മാറ്റം എന്ന നിലയ്ക്ക് കഴിഞ്ഞ 4 വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഠന രീതിയാണ് സെൽഫ് ലേണിംഗ്. ഈ സെൽഫ് ലേണിംഗ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് IT സെക്ടറിലാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഡെയിലി ബേസിസിലുള്ള അപ്ഡേഷൻസുമാണ്. വെബ് ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഇതിനെല്ലാം പുറമെ ഗൂഗിളിന്റെ, മൈക്രോസോഫ്റ്റിന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്. പ്രധാന ചോദ്യം, ഇതെല്ലാം സെൽഫ് ലേണിംഗ് കൊണ്ട് സാധ്യമാവും? ഒരു ചേഞ്ച്, റിഫർമേഷൻ എന്ന പോലെ കറന്റ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് മനസ്സിലാക്കി കെയർഫുള്ളി അനലൈസ് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കേരളത്തിൽ വന്ന ആദ്യത്തെ സെൽഫ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രോട്ടോടൈപ്പ്. തുടക്കം മുതൽ തന്നെ ഒട്ടനവധി ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു മറുപടി എന്ന പോലെ ഇന്ന് പ്രോട്ടോടൈപ്പ് എത്തി നിൽക്കുന്നത് 1500 പ്ലേസ്മെന്റ്സിന്റെ തിളക്കത്തിലാണ്. ശരിക്കും എന്താണ് പ്രോട്ടോടൈപ്പ്? എന്താണ് ഇവിടെ നടക്കുന്നത്? എങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് ഇത്രയും വേറിട്ട് ചിന്തിക്കുന്നത്? മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്രോട്ടോടൈപ്പിനെ മാറ്റി നിർത്തുന്നത് ഇവിടുത്തെ പഠന രീതിയാണ്. സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റോഡ് മാപ്സ്, ഇൻഡസ്ട്രി എക്സ്പെർട്സുമായിട്ടുള്ള റിവ്യൂ, പ്ലേസ്മെന്റ് സപ്പോർട്ട് സെൽ, കമ്മ്യൂണിക്കേഷൻ ട്രെയിനേഴ്സ്, ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന്റെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്കാം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു IT ഫീൽഡിൽ നിന്ന് വന്ന ഒരാളല്ല, വേറെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴാണ് എനിക്കൊരു ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയത്. കോഡിങ്ങിനോട് നല്ല ഇഷ്ടമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊരു ഐഡിയ എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. പിന്നെ നിഖിൽ സാറിന്റെ വീഡിയോസൊക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഞാനൊരു ഫസ്റ്റ് പ്രൊജക്റ്റ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഒരു ഐഡിയ കിട്ടി എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു കോൺഫിഡൻറ്റ് വന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ഞാനാണെങ്കിൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിനോടോ അതിനോടോ വലിയ ടച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പഠിക്കണം, സ്വിച്ച് ചെയ്യണം, എൻ്റെ ജോബ് സ്വിച്ച് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിഖിൽ സാറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപാട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം, നോക്കണം എന്ന് ആഗ്രഹം വന്നത്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് പ്രോട്ടോടൈപ്പിൽ വന്ന്. അപ്പോൾ ഞാൻ ഒരു 6 to 7 months ആയി. അപ്പം ഞാൻ ഫസ്റ്റ് മന്ത് ഞാൻ ഇപ്പോഴത്തെ മന്ത് കമ്പയർ ചെയ്താൽ നല്ല വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ഞാൻ ടൈപ്പിംഗ് ഒക്കെ ഇങ്ങനെ നോക്കി ടൈപ്പിംഗ് ആയിരുന്നു. ഇപ്പം നല്ല ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യും. പിന്നെ എനിക്കിപ്പോൾ മനസ്സിലാക്കി ഏകദേശം എല്ലാം കഴിയും, എല്ലാം അറിയാം, എല്ലാ കോൺസെപ്റ്റ്സും അറിയാം, എല്ലാ ജാവാസ്ക്രിപ്റ്റൊക്കെ ഇപ്പോൾ വെള്ളം പോലെ ആയി എന്ന് പറയാം. ഇങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പ്രോട്ടോടൈപ്പ് മാറ്റുന്നത്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ഫ്രഷർ ആയിരുന്നിട്ട് പോലും വലിയ സാലറി പാക്കേജ് ഇവിടെയുള്ള സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മറ്റാർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഉയരത്തിലേക്ക് പ്രോട്ടോടൈപ്പ് എത്തിച്ചേർന്നത്. യൂട്യൂബിൽ നിന്ന് തുടങ്ങിയ പ്രോട്ടോടൈപ്പ് എന്നൊരു ആശയം ഇന്ന് എത്തി നിൽക്കുന്നത് കൊച്ചിയിൽ 6 നിലയുള്ള ഒരു കെട്ടിടത്തിലാണ്. സോ ഇറ്റ്സ് യുവർ ലൈഫ്.
It's your fate. It's your choice. What do you choose?